വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതോടുകൂടി യുദ്ധമുന്നണിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഹമാസ്. ഗാസയിലെ യുദ്ധം അവസാനിക്കുന്നതുവരെ വെടിനിർത്തലിന് സമ്മതിക്കില്ലെന്ന് ഹിസ്ബുള്ള പണ്ടേ വാശി പിടിച്ചിരുന്നുവെങ്കിലും അടുത്തിടെ ആ നിബന്ധന പിൻവലിക്കുന്ന കാഴ്ചകളാണ് നാം കണ്ടത്. ഒരു വർഷത്തിലേറെയായി ഇസ്രായേലുമായുള്ള പോരാട്ടത്തിലായിരുന്നു തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ള. എന്നാൽ യുഎസിന്റെ അഭ്യർത്ഥന പ്രകാരം വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ വഴങ്ങുകയായിരുന്നു. ഹിസ്ബുള്ള ലെബനനിൽ നേരിട്ട ഒറ്റപ്പെടലും ലെബനൻ ജനതയുടെ തിരസ്കാരവും ഹിസ്ബുള്ളയെ ലെബനനിൽ നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലെത്തിച്ചു. ഗാസയിലെ യുദ്ധത്തിൽ തങ്ങളുടെ സഖ്യകക്ഷിയായ ഹമാസിനെ പിന്തുണയ്ക്കുന്നുവെന്ന് പറഞ്ഞ് 2023 ഒക്ടോബർ 8-നാണ് ഹിസ്ബുള്ള ഹമാസിനൊപ്പം ചേർന്നത്. എന്നാൽ ഇസ്രായേലിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വന്നതോടെ ഹിസ്ബുള്ള ആയുധം താഴെ വെക്കുകയായിരുന്നു. ഹമാസ് ആഗ്രഹിച്ചത് ഹിസ്ബുള്ളയുടെയും മറ്റും പിന്തുണയാണ്. എന്നാൽ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നതും അതുതന്നെയാണ്. ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാം കൊല്ലപ്പെട്ടപ്പോഴും ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും പിന്തുണയായിരുന്നു ഹമാസിന്റെ ഏക പ്രതീക്ഷ. എല്ലാം നശിച്ചതോടെ ഇസ്രായേൽ ഹമാസ് പോരാട്ടം നിർത്തുവാനും ബാക്കിയുള്ള 101 ബന്ദികളെ തിരിച്ചയക്കാനുമുള്ള കരാറിലെത്താനും യുഎസ്, ഈജിപ്ത്, ഖത്തർ എന്നിവയുടെ മധ്യസ്ഥതയിൽ യോഗം ചേർന്നെങ്കിലും എവിടെയും എത്തിയിട്ടില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ലെബനോനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് നെതന്യാഹു പറഞ്ഞത് ഇതാണ്. אני שומע את הטענה שאם ניכנס להפסקת אש לא נוכל לתקוף ולא נוכל לחדש את המלחמה. אני מזכיר לכם, זה בדיוק מה שאמרו לי, אבל בדיוק כשעשינו את הפסקת האש בעזה לצורך שחרור חטופינו. אמרו שלא נחזור להילחם, חזרנו להילחם, ובגדול. אומרים לי, טוב, חיזבאללה יישב בשקט שנה-שנתיים, הוא יתעצם, ואחר כך הוא יתקוף אותנו. אבל חיזבאללה יפר את הפסקת האש לא רק אם הוא יירה עלינו, הוא יפר את ההסכם גם כשהוא ינסה להתחמש כדי לירות עלינו בעתיד. על כל הפרה שלו נגיב בעוצמה. אני יודע שיש כאלה שלא מאמינים שנעשה זאת, אבל רבים גם לא האמינו. לא האמינו שניכנס קרקעית לרצועת עזה, ונכנסנו. לא האמינו שניכנס לשיפה ולח'אן יונס, ונכנסנו. לא האמינו שמול הלחצים הבינלאומיים הכבירים ניכנס לרפיח ולפילדלפי. ולא רק שנכנסנו, תקפנו. ועוד איך תקפנו. היו גם רבים שלא האמינו שנתקוף בלבנון, וגם שם תקפנו. תקפנו בעוצמה ובתחכום שהפתיעו את העולם כולו. אז אחרי כל זה, אולי כדאי להתחיל להאמין בנחישות שלנו, בדרך שלנו, במחויבות שלנו לניצחון. אז למה לעשות הפסקת אש עכשיו? יש 3 סיבות עיקריות. סיבה ראשונה, התמקדות באיום האיראני, ולא ארחיב על כך. סיבה שנייה, רענון כוחות וחידוש מלאים. ואני אומר לכם בגלוי, כי זה לא סוד. היו עיכובים גדולים בהספקת נשק וחימושים, והעיכוב הזה עומד להשתחרר בקרוב. נצטייד באמצעי לחימה מתקדמים שישמרו על חיי חיילינו ויתנו לנו כוח מחץ נוסף להשלים את משימותינו. וסיבה שלישית להפסקת אש, ניתוק הזירה ובידוד החמאס. מהיום השני של המלחמה החמאס בנה על חיזבאללה שילחם לצידו, וכשחיזבאללה מחוץ לתמונה החמאס נותר לבד במערכה. നെതന്യാഹുവിന് കൃത്യവും വ്യക്തവുമായ നിലപാടുണ്ട്. അത് നെതന്യാഹു അറിയിച്ചിട്ടുമുണ്ട്. വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് ലെബനോന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രകോപനപരമായ ആക്രമണം ഉണ്ടായാൽ പ്രതികരിക്കുമെന്ന് നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. അതനുസരിച്ച് വെടിനിർത്തലിന് ശേഷവും ലെബനോനിൽ ആയുധവുമായി പതുങ്ങിയിരുന്നവരെയും അവരുടെ സ്ഥലത്തെയും ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ തകർക്കുകയുണ്ടായി. ബന്ദി ഇടപാടുകളിൽ ഹമാസ് മര്യാദ കാണിച്ചാൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാനും സമാധാനം പുനഃസ്ഥാപിക്കുവാനും സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആരുടെയും പിന്തുണയില്ലാതെ യുദ്ധവുമായി മുന്നോട്ടു പോകുവാൻ ഹമാസിനും ബുദ്ധിമുട്ടാണ്. അതിനാൽ ഹമാസും ഉടനെ തന്നെ ഇസ്രായേലിനോട് വെടിനിർത്തലിന് അഭ്യർത്ഥിക്കുമെന്നത് ഉറപ്പാണ്. തീവ്രവാദവും ഭീകരപ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നവർക്ക് അധികകാലം പിടിച്ചു നിൽക്കുവാൻ ആവില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ലെബനോനിൽ തകർന്നടിഞ്ഞ ഹിസ്ബുള്ളയും
തീവ്രവാദത്തെ പാലൂട്ടി വളർത്തിയ ഹമാസും.